ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ സമയം 4:40. അപ്പം നമുക്ക് പാട്ടിലേക്ക് പോകാം. ഈ 27-ാം തീയതി രാത്രി 10:30 ഞാൻ കിടക്കാൻ പോയി അല്പം നേരം ബെഡിലിരുന്നു. അതിനുശേഷം കിടക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബെഡിലിരുന്നിട്ട് ബെഡിലോട്ട് ചരിയുന്നൊരു സമയമുണ്ടല്ലോ, ആ പില്ലോയിലോട്ട് നമ്മളെ തലയിൽ ചേർത്ത് വെക്കുന്ന ആ ഒരു സമയം, ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ബെഡിലിരുന്നിട്ട് അങ്ങോട്ട് ചരിയുന്ന ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ഹോളി സ്പിരിറ്റ് കയറി അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് കൊളുത്തിയെന്ന് പറഞ്ഞാൽ മതി. കാരണം അന്നേരം എൻ്റെ മനസ്സിലോട്ട് 2 വരി സോങ് തന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, യേശുവേ നീ എനിക്കായി കുരിശിൽ മരിച്ചു, എൻ്റെ പ്രിയണേ നീ എനിക്കായി പ്രാണൻ വെടിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വലിയ മൈൻഡില്ല, ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് തന്നെ. അങ്ങനെ ഞാൻ വെറുതെ ആ 2 വരി ഒന്ന് മൂളി നോക്കിയപ്പം പിന്നെ അടുത്തത് വരുന്നത്, കർത്താവ് എന്നോട് ഉടനെ ചോദിക്കുക, എന്നോടെല്ലാം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഞാൻ നിനക്കായി ക്രൂശിൽ മരിച്ചു, ഞാൻ നിനക്കായി ജീവനെ വിടിഞ്ഞു, ഇത്രമേൽ സ്നേഹം ഞാൻ നിനക്കായി ചൊരിയുവാൻ. അപ്പോൾ എൻ്റെ ശ്രോതാക്കൾ വിചാരിക്കും, എന്ത് യോഗ്യത എന്നിൽ കണ്ടു എന്നായിരിക്കും കർത്താവ് ചോദിച്ചത്. അല്ല, നോ നെവർ. കർത്താവ് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നീ എത്രമാത്രം വളർന്നു എൻ്റെ സന്നിധിയിൽ, ഇത്രമാത്രം സ്നേഹം ഞാൻ നിനക്ക് വേണ്ടി ചൊരിഞ്ഞു, നീ എത്രമാത്രം വളർന്നു എൻ്റെ സന്നിധിയിൽ എന്നാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരിടം നേടാൻ കർത്താവ് അങ്ങനെയാണ് ചോദിച്ചത്. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടുവന്നിട്ടു. കാരണം എത്രമാത്രം നമ്മൾ വളർന്നു, കർത്താവിൻ്റെ ഈ ഒരു സ്നേഹം, അല്ലെ ഈ ക്രൂശുമരണത്തിൻ്റെ അത്രയും ആഴമേറിയ ഒരു ത്യാഗം നമുക്ക് വേണ്ടി ചൊരിയുവാൻ തക്കവണ്ണം അത് നമ്മൾ വളർന്നോ. പിന്നെ അടുത്ത ചോദ്യമാണ്, എൻ്റെ ഹൃദയത്തിലൊരിടം നേടാനെന്ന്. കർത്താവ് ഇതുവരെ ആരോടും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നോട് അങ്ങനെ ചോദിച്ചു. അപ്പം വിവിധമായ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നിമറിഞ്ഞു. കാരണം അനേക കല്യാണപ്പന്തലുകളിലൊക്കെ ഞാൻ പോയി, അനേക എൻഗേജ്മെൻറ്റ് ഫങ്ഷനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ചെറുക്കനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു. അത് പ്രണയിക്കാൻ വേണ്ടിയായാലും അല്ലാതെ അറേഞ്ച് മാരീഡ് ആയാലും ഏതായാലും ഒരു ചെറുക്കൻ ആദ്യം ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവന് അവിടെ ക്വാളിഫിക്കേഷൻസൊക്കെ അന്വേഷിച്ചറിയും. എഡ്യൂക്കേറ്റഡ് ആണോ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ, അവിടെ ഹാബിറ്റ് എങ്ങനെ ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ വന്നാൽ അവൾ നല്ലപോലെ ജീവിക്കുമോ, അങ്ങനെയൊക്കെ അവന് പല കാര്യങ്ങളും അവളെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവളെ അവൻ ക്ഷണിക്കും. എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരാമോ എന്ന് അവൻ ചോദിക്കും. അത് സ്വാഭാവികം. അതിനുശേഷം ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എന്താണ്, അതുവരെ അവനുണ്ടായിരുന്ന സ്വത്തിന് മൊത്തം ഇവൾ അവകാശിയാകുകയാണ്, ഇല്ലേ? ഒരേ ജോയിൻ്റ് അക്കൗണ്ട്, ഒരേ അലമാരി, ഒരേ താക്കോലും. അല്ല, ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ കർത്താവ് എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ്, നീ എത്രമാത്രം എൻ്റെ സന്നിധിയിൽ വളർന്നു, നിനക്ക് എൻ്റെ ഹൃദയത്തിൽ ഇടം നേടാൻ തക്കവണ്ണം നിനക്ക് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുകയാണ്. കർത്താവിൻ്റെ, അതായത് നമുക്ക് സ്വകാര്യത്തിൽ പോകണമെങ്കിൽ നമുക്കെന്താണ്, കർത്താവിൻ്റെ ഹൃദയത്തിൽ ആദ്യം ഒരു ഇടം നേടണം എന്ന് പറഞ്ഞാൽ, ചെറുക്കൻ പെണ്ണെ കണ്ട് ഇഷ്ടപ്പെട്ടു, ആദ്യം അവൾ അവൻ്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അവൾക്കൊരിടം നേടുകയാണ്, അല്ലെ അവളുടെ ഹൃദയത്തിൽ അവന് ഇടം കിട്ടുകയാണ്. അതിനുശേഷം അവനൊരു കല്യാണത്തിന് സമ്മതിക്കുന്നത്, ഇല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിവിധതരമായ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നുപോയിട്ട് അപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം വേണം, അപ്പോൾ എനിക്ക് നിന്നോട് ഇഷ്ടം വേണം, എന്നാലേ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനം കിട്ടത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നിനക്കെന്താ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ ഒരു കസേര നിനക്ക് ലഭിക്കുകയുള്ളൂ, ഒരു ഇരിപ്പിടം ലഭിക്കുകയുള്ളൂ. കർത്താവ് നമ്മളോട് ഓരോരുത്തരുടെയും ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഇടം വേണമെങ്കിൽ, ഈ മണവാളൻ്റെ മണവാട്ടിയുടെ കാര്യം പറഞ്ഞ് ഇടം വേണമെങ്കിൽ നമ്മൾ തന്നെ കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്യണം. എന്താണ് കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ വെച്ചാൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക, കർത്താവ് വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട്
കർത്താവിൻ്റെ കൂട്ടായ്മ ആചരിച്ച് കർത്താവിനോട് ദിനംതോറും ചേർന്ന് നടക്കുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുമാത്രം പോലെ സ്നാനപ്പെട്ടുകൊണ്ട് തന്നെ ഒന്നും ആകത്തില്ല. പിന്നെ നമുക്ക് ഇന്ദ്രിയ ജയം വേണം, ഇല്ലയോ? അത് നമുക്ക് അറിയാം. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നമ്മൾ നടക്കണം. ദിനംതോറും പച്ചപിടിച്ചും പുഷ്ടി വെച്ചും ദൈവസന്നിധി പുതിയ കാൽ ചുവടുവെച്ച് ഓരോ ദിവസവും മുന്നേറണം. ഈ 2024 നമ്മളെ വിട്ട് കടന്നു പോകാനായിട്ട് 30-31 ദിവസം കൂടെ ഉള്ളൂ. ഈ ദിവസം നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവ് നിൻ്റെ സന്നിധിയിൽ ഞാൻ എത്രയോ ഉണ്ട്, എനിക്കുള്ള എൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഒരു 50% നിൻ്റെ സന്നിധിയിൽ വളർന്നിട്ടുണ്ടോ, അതോ 75% വളർന്നോ? നിൻ്റെ മനസ്സിൽ, നിൻ്റെ ഹൃദയത്തിൽ ഒരു ഇടം നേടുവാൻ തക്കണം എനിക്ക് എന്ത് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതോ ഇല്ലയോ? അതോ 90% ഉണ്ടോ, 95 ഉണ്ടോ, അതോ ഒട്ടും ഇല്ലയോ, വെറും 0 ആണോ? 0 ആണെന്ന് വിചാരമുള്ളവരാരും വിഷമിക്കണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമുക്ക് കടന്നില്ല. യേശുവേ, ഇന്നുവരെ ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം എന്ന് പറയുന്ന കർത്താവ് ആ സെക്കൻഡിൽ നമ്മുടെ ഹൃദയവാതിൽ വന്ന് എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നത്, ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആർ വാതിൽ തുറക്കുന്നു, അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൃദയവാതിൽ വന്ന കർത്താവ് എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിന് നമ്മൾ ഹൃദയം തുറന്നു കൊടുത്താൽ, ഇല്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് വചനം. ഓരോ ദിവസം ദൈവസന്നിധിയിൽ പുതിയ കാഴ്ചവട് വെച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഞാൻ അന്ന് ഒരു 4 വരി മൂളി ഇതെല്ലാം ഒന്ന് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനും മാരേജ് ഫംഗ്ഷനൊക്കെ പങ്കെടുത്ത് പിന്നെ അങ്ങ് ഉറങ്ങി. അപ്പോൾ അത് ഹോളി സ്പിരിറ്റ് നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആകുന്നത് എന്ന്. അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം 3-4 ലൈനോടൊക്കെ ഇങ്ങനെ നടപ്പിലൊക്കെ കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ കുറച്ച് സമയം മുമ്പ് ഒരു 3-4 ലൈനോടൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി. ഇൻസ്റ്റൻറ്റ് പാട്ടാണ്, വലിയ ട്യൂണൊന്നുമില്ല, തട്ടിക്കൂട്ടിയെന്നാൽ തട്ട കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് സോങ്ങുകൾ കിടക്കുന്നു. അപ്പം ദൈവം ധാരാളമായി എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, കഴിയും വിധം സപ്പോർട്ട് ചെയ്യുക. ആരെയും ഞാൻ പ്രസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആ ചെറിയ രീതിയിലുള്ള ആ പാട്ടൊന്ന് കേൾക്കാം. യേശുവേ, എന്നേശുവേ, നീ എനിക്കായി കുരിശിൽ മരിച്ചു, എൻ്റെ പ്രാണനെ നീ എനിക്കായി ജീവൻ വെടിഞ്ഞു. ഇത്രമേലെന്നെ സ്നേഹിച്ചിടുവാൻ ഞാൻ എത്രമാത്രം വളർന്നു നിൻ സന്നിധിയിൽ, നിൻ ഹൃദയത്തിലൊരിടം തേടുവാൻ. യേശുവേ, എന്നേശുവേ, നീ എനിക്കായി കുരിശിൽ മരിച്ചു, എൻ്റെ പ്രാണനെ നീ എനിക്കായി പ്രാണൻ വെടിഞ്ഞു. ഇത്രമേലെന്നെ സ്നേഹിക്കുവാൻ ഞാൻ എത്രമാത്രം വളർന്നു നിൻ സന്നിധിയിൽ, നിൻ ഹൃദയത്തിലൊരിടം നേടാൻ. യേശുവേ, എന്നേശുവേ, നീ എനിക്കായി കുരിശിൽ മരിച്ചു, എൻ്റെ പ്രാണനെ എൻ്റെ ജീവനെ നീ എനിക്കായി പ്രാണൻ വെടിഞ്ഞു. വ്യർത്ഥമോഹങ്ങൾ തേടി നടന്നു ഞാൻ ഇത്രയും കാലം കഴിച്ചു, വ്യർത്ഥമോഹങ്ങൾ തേടി നടന്നു ഞാൻ എന്നായുസിൻ ദൈർഘ്യം കുറഞ്ഞു. ശിഷ്ടകാലം നിന്നിഷ്ടങ്ങൾ ചെയ്ത് തിട്ടമോടെ വീട്ടിൽ വന്നു ചേരും. ശിഷ്ടകാലം നിന്നിഷ്ടങ്ങൾ ചെയ്ത് തിട്ടമോടെ വീട്ടിൽ വന്നു ചേരും. നിൻ ശ്രേഷ്ഠമാം വീട്ടിൽ ഞാൻ വന്നു ചേരും.
യേശുവേ എൻ യേശുവേ നീ എനിക്കായി ജീവൻ വെടിഞ്ഞു. എൻ്റെ പ്രാണനെ എൻ്റെ ജീവനെ നീ എനിക്കായി പ്രാണൻ വെടിഞ്ഞു. ഇത്രമേൽ എന്നെ സ്നേഹിച്ചിടുവാൻ ഞാൻ എത്രമാത്രം വളർന്നു നിൻ സന്നിധിയിൽ. നിൻ ഹൃദയത്തിലൊരിടം തേടാൻ. യേശുവേ എൻ യേശുവേ നീ എനിക്കായി ജീവൻ വെടിഞ്ഞു. എൻ്റെ പ്രാണനെ എൻ്റെ പ്രാണനെ നീ എനിക്കായി പ്രാണൻ വെടിഞ്ഞു. നഷ്ടങ്ങളെല്ലാം ഞാൻ ലാഭമെന്നെണ്ണിടും, എന്നിഷ്ടങ്ങളെല്ലാം ഞാൻ വിട്ടേച്ചു വന്നിടും. നഷ്ടങ്ങളെല്ലാം ഞാൻ ലാഭമെന്നെണ്ണിടും, എന്നിഷ്ടങ്ങളെല്ലാം ഞാൻ വിട്ടേച്ചു വന്നിടും. സോദര വൃന്ദത്തെ നേരിൽ ഞാൻ കണ്ടിടും, എൻ സോദരരൊത്തു ഞാൻ നിന്നെ സ്തുതിക്കും. അന്നെൻ സോദര വൃന്ദത്തെ നേരിൽ ഞാൻ കണ്ടിടും, എൻ സോദരരൊത്തു ഞാൻ നിന്നെ സ്തുതിക്കും. യേശുവേ എൻ യേശുവേ നീ എനിക്കായി ജീവൻ വെടിഞ്ഞു. എൻ്റെ പ്രാണനെ എൻ്റെ പ്രാണനെ നീ എനിക്കായി പ്രാണൻ വെടിഞ്ഞു. ഇത്രമേൽ എന്നെ സ്നേഹിച്ചിടുവാൻ ഞാൻ എത്രമാത്രം വളർന്നു നിൻ സന്നിധിയിൽ. നിൻ ഹൃദയത്തിലൊരിടം നേടാൻ. യേശുവേ എൻ യേശുവേ നീ എനിക്കായി ജീവൻ വെടിഞ്ഞു. എൻ്റെ പ്രാണനെ എൻ്റെ പ്രാണനെ നീ എനിക്കായി പ്രാണൻ വെടിഞ്ഞു.